ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കൂന്തൾ വെച്ചിട്ടുള്ള ഒരു കൂന്തൾ റോസ്റ്റാണ്. കൂന്തൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ക്ലീനാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്ലീനാക്കിയ കൂന്തൾ വീണ്ടും ഞാൻ ചെറുതായിട്ട് ഒരു സ്പൂൺ ചൊറുക്കൊഴിച്ച് ഉപ്പിട്ട് കഴുകി ചെറിയ ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളം വേണ്ട, അല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല, കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളാണ് ഈ കൂന്തൾ. ഇത് അത്ര വലിയ കൂന്തളല്ല, ചെറിയ കൂന്തളാണ്. അതിങ്ങനെ അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. വൃത്തിയാക്കിയിട്ട് തരിക, പക്ഷെ അതൊന്നും കൂടി നമ്മൾ കഴുകി ശരിയാക്കി വയ്ക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, ഇത് വലിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി മതി. ഇതിപ്പോൾ ചെറുതായി കാരണം ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇതിപ്പോൾ 1/2 കിലോ കൂന്തളാണ്. അതിലേക്ക് 1 സ്പൂൺ, വലിയൊരു സ്പൂൺ ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, പിന്നെ 3 പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ 3 വലിയ സബോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും മാത്രമാണ്. ഇനി നമുക്ക് നേരെ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് അടുപ്പത്ത് നമ്മൾ ഇപ്പോൾ മൺകലത്തിലാണെങ്കിൽ മൺചട്ടി, ഇതിപ്പോൾ ഞാനിവിടെ പാനാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ചെറിയ മൺചട്ടി ഇല്ല, അപ്പോൾ പാനാണ് എടുത്തിരിക്കുന്നത്. പാൻ ചൂടാക്കിയിട്ട് വെള്ളമെല്ലാം അതിലത്തെ കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. പാനിലെ വെള്ളം വറ്റിക്കഴിഞ്ഞു. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെ ഒരു അളവിൽ വെളിച്ചെണ്ണ 1 സ്പൂണാണ് ഞാൻ ഒഴിക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സബോള ഇട്ട് കൊടുക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഷെയറും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സബോള ഇട്ട് കൊടുക്കുകയാണ്. വലിയ ഉള്ളി, ചെറിയ ഉള്ളിയല്ല, ഞാൻ സബോളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. സബോള ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ സ്വല്പം ഉപ്പും ഇട്ട് കൊടുത്ത് അത് വഴറ്റുക. അതൊരുവിധം നന്നായി വഴറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി അരച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. സബോള വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കാം. പോരാൻ തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് കൂന്തൽ ഇട്ടതിന് ശേഷം, ഫിഷ് ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാനായിട്ട് സാധിക്കും. സബോള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളി അരച്ചത്, ഇപ്പോൾ നല്ലോണം 1 സ്പൂൺ വെളുത്തുള്ളി ഉണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി അരച്ചത്, അതും 1 സ്പൂൺ, നല്ലൊരു വലിയ സ്പൂണുണ്ട്. സാധാരണ വലിയ സ്പൂൺ ട്ടോ, അല്ലാതെ വലിയ സ്പൂണല്ല. പിന്നെ 3 പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. മുളക്, മല്ലി, മഞ്ഞൾ. ഇതിൻ്റെ പച്ചമണം മാറി കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് പൊടികൾ ചേർത്താൽ മതി. നമ്മുടെ സബോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്, ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് 1/2 കിലോ കൂന്തളിലേക്ക് ആവശ്യമായിട്ടുള്ള എൻ്റെ ചെറിയ സ്പൂൺ കൊണ്ട്, ഈ സ്പൂൺ കൊണ്ടുള്ള 2 ചെറിയ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ചെറിയ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി 3 പൊടികളും ചേർത്തിളക്കുക. ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായാൽ തന്നെ അതിൻ്റെ പച്ചമണം, എണ്ണയിൽ കിടന്നിട്ട് പച്ചമണം മാറിക്കിട്ടും. കഴിഞ്ഞ ഉടനെ നമ്മൾ തക്കാളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ തക്കാളിയാണ്, 3 ചെറിയ തക്കാളി. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതി. തക്കാളി ചേർത്ത്, പുളിക്കാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല പുളിക്ക്. പിന്നെ നമ്മൾ കറിവേപ്പിലയും ഇട്ട് ഒരു സ്വല്പം നമ്മുടെ സാധാരണ വീട്ടിൽ നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഗരം മസാല പൗഡർ ഇടണം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ല, ഇത് വഴണ്ടി വന്നതിന് ശേഷമാണ് അത് ഇടുന്നത്. പിന്നെ കുരുമുളക് പൊടി, അതും കൂടിയേ നമുക്ക് ഇടാനുള്ളൂ. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കൂന്തൾ ഇടുമ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചും കൂടിയും ചേർക്കാം. തക്കാളി വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം.
കൂന്തളിന് പെട്ടെന്ന് വേവാവും. അത് കാരണം ഈ സാധനങ്ങൾ നമ്മൾ ഇടുന്നതിനൊപ്പം നമ്മൾ കൂന്തൾ ഇടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് അത് റബ്ബർ പോലെയാവും. സോഫ്റ്റായി കിട്ടണമെങ്കിൽ അത് വളരെ കുറച്ച് വേവിച്ചാൽ മതി. എന്നാൽ വേവും വേണം, പച്ചയായിട്ട് കഴിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം വെന്ത് പാകമാകുമ്പോൾ അത് നമുക്കറിയാം, അതിൽ നിന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല പൗഡർ, പട്ട, കരിയാമ്പൂവ്, പെരിഞ്ചീരകം എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഗരം മസാലയാണ്. അത് ഒരു സ്പൂൺ അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം. നമ്മുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവ് അധികം ഇഷ്ടമില്ല എങ്കിലും പക്ഷേ ഞാൻ ഇതിലേക്ക് അത്യാവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് അത് ഒന്ന് ചൂടായതിന് ശേഷം ഞാനൊരു തുള്ളി വെള്ളം ഒഴിച്ച് ഈ മസാലയൊക്കെ ഈ പുളിയും എല്ലാം ഇതിൽ പിടിക്കാനായിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ റോസ്റ്റ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ കൂന്തളേ ഉള്ളൂ. കൂന്തൾ ഇട്ട് നന്നായി ആ ഗ്രേവിയൊക്കെ അതിൽ പിടിക്കണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതി കൂന്തൾ വേവാനായിട്ട്. 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൂന്തൾ ഒരുവിധം വേവായിട്ടുണ്ട്. അതിനകത്ത് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒരു ലേശം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, ഇവിടെ ഒരു ലേശം ഉപ്പാണ് കുറഞ്ഞെന്ന് തോന്നിയത്, പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുരുമുളക് പൊടി കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി അതിനകത്തേക്ക് ചേർക്കാം. ഇവിടെ അധികം എരിവ് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി അത് മതി. ഇനി അതിൽ ലാസ്റ്റ് നമുക്ക് നന്നായി വലിച്ചെടുക്കണം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കാരണം ആ വെള്ളം വലിച്ചെടുക്കണം. അവസാനം നമ്മൾ കറിവേപ്പില കുറച്ച് അതിലേക്ക് തൂക്കി കൊടുക്കണം, കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയുടെ മണവും മസാലയുടെ മണമൊക്കെ ആയിട്ട് നല്ലൊരു മണമൊക്കെ കിട്ടും. ഞാൻ വെള്ളം വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളം മതിയെന്ന് വറ്റി കഴിയണം. കൂന്തളിലും കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യണം. വലിയ തീയിൽ തന്നെ ഇട്ട് വെള്ളം വറ്റിക്കുകയാണ്. അതിൽ വെള്ളമെല്ലാം ഒരുമിതം വറ്റിക്കഴിഞ്ഞു. അപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. നമ്മുടെ കൂന്തൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീ ഫുഡിലെ വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഈ കൂന്തൾ റോസ്റ്റ്. നമുക്ക് ചപ്പാത്തിയുടെയും കൂടിയും കഴിക്കാം, അതുപോലെ ചോറിൻ്റെ കൂടിയും കഴിക്കാം. കൂടുതലായിട്ട് നമ്മളതൊരു സീ ഫുഡായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കൽ കുറവാണ്. ബാക്കി ഐറ്റംസിൻ്റെ കൂടെയാണ് കഴിക്കാറ്. അങ്ങനെ കൂന്തൾ റോസ്റ്റ് റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫാക്കാം.